മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണിപ്പോൾ. അപ്പം മാങ്ങ പ്യൂരി ഉണ്ടാക്കി അതും അതിൻ്റെ കൂടെ ചൗരി അഥവാ സാഗോ സീഡും കസ്റ്റർഡും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ചൂടുകാലത്ത് തയ്യാറാക്കി നോക്കാനായിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് നല്ലതുപോലെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. പിന്നീട് നമുക്ക് കസ്റ്റർഡ് ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് പാല് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ട്, അപ്പം ഈ പാലിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റർഡ് പൗഡർ നമ്മൾ ഈ തണുത്ത പാലിനകത്തോട്ടിട്ട് ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ തിക്കായിട്ടല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പാലിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇത് ഒന്ന് നന്നായി ഇളക്കി നമുക്ക് തിളപ്പിക്കണം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് നമ്മൾ മാംഗോ പ്യൂരി ചേർക്കുന്നുണ്ട് ഒടുവിൽ. അപ്പോൾ ഷുഗർ തീർത്തും വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പാല് നമുക്കൊന്ന് തിളപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചൗവരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ചൗവരിയും ഒന്ന് വേകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 20 മിനിറ്റ് കൂടുതൽ പിടിക്കും ചിലപ്പം. ഗ്ലാസ് ബോൾസ് പോലെ ആകണം. അതിനോടൊപ്പം ഇത് ചിയ സീഡ്സ് ആണ്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വയ്ക്കാം. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. പാലിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാകുന്നിടം വരെ. നമ്മളിത് ഒരുപാട് കസ്റ്റർഡ് എടുത്ത് അങ്ങ് തിക്കാക്കുന്നില്ല, കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചാണ് കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നത്. അളവൊക്കെ ഞാൻ തന്നേക്കാം. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് കസ്റ്റർഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ആ മാംഗോ പൾപ്പാക്കി ചേർക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഇത്രയും മതി. ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വിടണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയൊന്ന് പൾപ്പായിട്ട് എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ കുറച്ച് മാങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാമെങ്കിൽ ഇതും അതിനകത്ത് ചേർക്കാം. മാംഗോ സാഗോ സീഡ് കസ്റ്റർഡ് ആണല്ലോ, അതിന് ഞാനൊരു പേരം കിട്ടുന്നേ ഉള്ളൂ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അപ്പം മാങ്ങായും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അത്. ചൗവരി വെന്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ചിയ സീഡും റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കാം. ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ടാലും മതി. ഇത് മാംഗോ പൾപ്പാണ്, അത് റെഡിയാണ്. ആദ്യം ഇത് നമുക്ക് നമ്മുടെ കസ്റ്റർഡിനകത്തേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതങ്ങോട്ട് ചേർക്കുമ്പോഴാണ് നമ്മളുടെ മാംഗോ കസ്റ്റർഡിന് കൊഴുപ്പ് വരുന്നത്. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിനകത്തുനിന്ന് വടിച്ച് മാക്സിമം എടുക്കാവുന്നതങ്ങ് എടുത്താൽ മതി. ചെറിയൊരു വിസ്ക് ഇട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്താൽ പെട്ടെന്ന് അതൊന്ന് മിക്സായി കിട്ടും. ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിയ സീഡ്സ് ചേർക്കാം. എന്നിട്ട് ഇതും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി ചൗവരിയും ഇതും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചൗവരിയും ഈ ചിയ സീഡും കൂടെ അങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും. ഓരോന്നോരോന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് മിക്സ് ചെയ്താൽ മതി. ലാസ്റ്റിലായിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി സെറ്റ് ചെയ്യുന്ന പാത്രം വയ്ക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ ചോപ്സ് ഒന്ന് കുറച്ച് ആദ്യം പകുതി ഇട്ട് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുകളിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. അത് നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പമായിട്ടുള്ളതാണ്. ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മോർ ദാൻ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പീസായിട്ട് സെറ്റ് ചെയ്യാനല്ല നമ്മൾ വെക്കുന്നത്, തണുക്കാനായിട്ടാണ് വെക്കുന്നത്. ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇതൊരു ഫ്രൂട്ട് സാലഡിൻ്റെ കൂടെ നമുക്ക് കസ്റ്റർഡായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മനോധർമ്മം പോലെ നമുക്കിത് ഡിസേർട്ട് ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.